നമ്മുടെ നവോത്ഥാന കഥാകൃത്തുക്കളുടെ കൂട്ടത്തിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ ജീവിതപാതയിലൂടെ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പ് മണംകുന്നം വൈപ്പേൽ വീട്ടിൽ കണ്ണീത്ര വൈപ്പേൽ കായി അബ്ദുറഹിമാന്റെയും പാലശ്ശേരി കുഞ്ഞു താച്ചുമ്മയുടെയും മൂത്ത മകനായി 1908 ജനുവരി 21 മുഹമ്മദ് ബഷീർ ജനിച്ചു. അബ്ദുൽ ഖാദർ, ഹനീഫ, അബൂബക്കർ എന്നിവർ അനുജന്മാർ. തലയോലപ്പറമ്പ് മുഹമ്മദൻ LP സ്കൂളിലും വൈക്കം ഇംഗ്ലീഷ് ഹൈസ്കൂളിലും പഠിച്ചു. വൈക്കം സത്യാഗ്രഹ പന്തലിൽ പതിവായി പോയതിനെ തുടർന്ന് 5th ഫോമിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. കോഴിക്കോട് എത്തിയ ബഷീർ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റിലായി. കണ്ണൂർ ജയിലിൽ 3 മാസത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടു. ജയിൽ മോചിതനായ ശേഷം നാട്ടിൽ തിരിച്ചെത്തി. എറണാകുളത്ത് പോസ്റ്റ് ഓഫീസ് കത്തിച്ച കേസിൽ അറസ്റ്റ് ചെയ്യുമെന്നായപ്പോൾ നാടുവിട്ടു. ഇന്ത്യയൊട്ടാകെയും വിദേശത്തും സഞ്ചരിച്ചു. കൽക്കത്തയിൽ വെച്ചാണ് ബാല്യകാല സഖി എഴുതി തുടങ്ങിയത്. 1936 നാട്ടിലെത്തി. 1938 ആദ്യ കൃതിയായ ധർമ്മരാജ്യം പുറത്തിറങ്ങി. ഒരണവിലയിട്ട ആ ലഘുലേഖയുടെ അവതാരിക കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ബോധേശ്വരന്റേതായിരുന്നു. എറണാകുളത്ത് നിന്നിറങ്ങിയ ജയകേസരിയിൽ ആദ്യ കഥയായ എന്റെ തങ്കം പ്രസിദ്ധീകരിച്ചു. പട്ടത്തിന്റെ പേക്കിനാവ് എന്ന ഏകാംഗ നാടകം നിരോധിക്കപ്പെട്ടു. അത് അച്ചടിച്ച രാജാഭിമാനി അച്ചടിശാല സർക്കാർ അടച്ചുപൂട്ടി ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്തു. 1939 ജൂണിൽ ജീവിത നിഴൽപ്പാടുകൾ പ്രസിദ്ധീകരണം ആരംഭിച്ചു. MB പോളിന്റെ ട്യൂട്ടോറിയൽ കോളേജിൽ വാർഡനായി എറണാകുളത്ത് താമസിക്കുകയായിരുന്നു അപ്പോൾ. പ്രിൻസിപ്പാളിന്റെ മക്കൾ എന്ന നാടകം എഴുതി. ട്യൂട്ടോറിയൽ കോളേജ് മാറ്റിയതിനെ തുടർന്ന് ബഷീറും കോട്ടയത്ത് എത്തിച്ചേർന്നു. രാഷ്ട്രീയ ലേഖനങ്ങളുടെ പേരിൽ ബഷീറിനെതിരെ പോലീസ് വാറണ്ടുണ്ടായിരുന്നു. 1942 പോലീസിന് മുന്നിൽ ഹാജരായി അറസ്റ്റ് വരിച്ചു. കൊല്ലം കസബ ലോക്കപ്പിൽ പാർപ്പിച്ചു. അവിടെ വച്ചാണ് അനൽ ഹക്ക്, പോലീസുകാരന്റെ മകൾ എന്നീ രചനകൾ നടത്തിയത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിയവേ പ്രേമലേഖനവും എഴുതി. 1943 ജയിൽ മോചിതനായി പ്രേമലേഖനം പ്രസിദ്ധീകരിച്ചു. എങ്കിലും തിരുവിതാംകൂർ സർക്കാർ അത് നിരോധിച്ചു. കഥാബീജം എന്ന നാടകം എറണാകുളത്ത് 1943 നടന്ന സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ബാല്യകാല സഖി 1944 പുറത്തിറങ്ങി. തൃശൂരിൽ പൂങ്കുന്നത്തെ വാടക വീട്ടിലെ അനുഭവങ്ങളാണ് അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന കൃതിയുടെ പ്രമേയം. കോട്ടയത്ത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം 1945 ആരംഭിച്ചപ്പോൾ ബഷീർ സ്ഥാപക അംഗമായി. വീണ്ടും 1948 എറണാകുളത്ത് തിരിച്ചെത്തി. ബോട്ടുചട്ടിക്ക് സമീപം സർക്കിൾ ബുക്ക് ഹൗസ് തുടങ്ങി. TB റോഡിൽ ബഷീർസ് ബുക്ക് സ്റ്റാൾ ആരംഭിച്ചു. എട്ടുകാലി മമ്മുഞ്ഞ്, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്നിവ പ്രസിദ്ധീകരിച്ചു. 1954 1 മാസത്തെ ചികിത്സ വേണ്ടിവന്നു. ചികിത്സയ്ക്കിടയിൽ പാത്തുമ്മയുടെ ആട് രചിച്ചു. 1954 തലയോലപ്പറമ്പിൽ മടങ്ങിയെത്തി. എന്റെ ഉപ്പുപ്പാക്കർ ആനയുണ്ടായിരുന്നു നാടകരൂപത്തിൽ എഴുതാൻ കോഴിക്കോട്ടേക്ക് തിരിച്ചു. 1958 ഡിസംബർ 18 ബഷീർ വിവാഹിതനായി. വധു കോഴിക്കോട് ചെറുവണ്ണൂരിലെ ഫാത്തിമാബി. വിവാഹശേഷം തലയോലപ്പറമ്പിൽ എത്തി. മകൾ ഷാഹിന ജനിച്ചു. 1964 മുതൽ ബേപ്പൂരിലെ വൈലാലിൽ താമസമാരംഭിച്ചു. അതേ വർഷം തന്നെ മദിരാശിയിൽ ഭാർഗവി നിലയത്തിന്റെ തിരക്കഥ രചനയിൽ ഏർപ്പെട്ടു. 1971 മകൻ അസീസ് ജനിച്ചു. ഒരു എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നതിൽ അയാളുടെ അനുഭവ സമ്പത്ത് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മലയാളത്തിൽ ഇന്നോളമുള്ള കഥാകൃത്തുക്കളിൽ വെച്ച് ഏറ്റവും വലിയ അനുഭവ സമ്പത്തിനുടമയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ കൃതികൾക്ക് കതിർക്കനം വർദ്ധിപ്പിച്ചത്
ഈ അനുഭവ സമ്പത്തായിരുന്നു, ഒപ്പം അദ്ദേഹത്തിന്റെ നർമ്മബോധവും. ആവശ്യമുള്ളിടത്ത് ഗൗരവമുള്ളതെങ്കിലും ലാളിത്യമാർന്നതും ആകർഷകവുമായ ഭാഷയും അദ്ദേഹത്തിന്റെ രചനകളെ പ്രിയപ്പെട്ടതാക്കി. ബേപ്പൂരിലെ വൈലാലിൽ വീട്ടിൽ സുൽത്താനായി വാണുകൊണ്ട് സാഹിത്യ രചന നിർവഹിച്ച് ഭൂഗോളത്തിന്റെ ഒരറ്റത്ത് ഇച്ചിരിപ്പിടിയോളം ഭാഗത്ത് വീട് വെച്ച് സന്തോഷവാനായി കഴിഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ ആ ഭൂമിയുടെ അവകാശിയായി ഒരു മതിലുകളും തീർക്കാതെ ജീവിച്ച് 1994 ജൂലൈ 5 എന്നേക്കുമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ ജീവസുറ്റ കഥാപാത്രങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. നമുക്കറിയാം, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നല്ല കുറെ കഥാപാത്രങ്ങളാണ്. പ്രധാനമായും പാത്തുമ്മയും ആനവാരി, രാമൻ നായരും, അങ്ങനെ കുറേയധികം കഥാപാത്രങ്ങൾ. നമ്മൾ ബഷീർ ജീവൻ നൽകിയ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ബഷീറിന്റെ കഥാപാത്രങ്ങൾ നോക്കുക. ബേപ്പൂർ സുൽത്താൻ. ബഷീറിന്റെ പല കഥകളിലും എഴുത്തുകാരൻ തന്നെയാണ് മുഖ്യ കഥാപാത്രം. ആത്മാംശമുള്ള എഴുത്തിലൂടെ രചയിതാവ് എന്നതിലപ്പുറം കഥാപാത്രമായും ബഷീറിന്റെ സാന്നിധ്യം ലളിത സുന്ദരമായ പ്രയോഗങ്ങളിലൂടെ അനുഭവപ്പെടുത്തുന്നുണ്ട്. പാത്തുമ്മ. ബഷീറിനെ ഓർക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ നാവിലേക്ക് ഓടിയെത്തുന്ന പേരാണ് പാത്തുമ്മ. പാത്തുമ്മയും പാത്തുമ്മയുടെ ആടും. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ ബഷീർ പ്രസിദ്ധയാക്കിയ കുടുംബസ്നേഹിയാണ് മൂത്ത സഹോദരി. ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയ കഥാപാത്രമാണ് പാത്തുമ്മ. ഒറ്റക്കണ്ണൻ പോക്കർ. മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ പോക്കർ. മുച്ചീട്ടുകളിയിൽ അടിയറവ് പറഞ്ഞ പോക്കറിന് ഒടുവിൽ ഒരു പോംവഴിയുമില്ലാതെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണ്. ഇതാണ് ആ കഥയിലെ വഴിത്തിരിവ്. സാറാമ്മ. പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണ് സാറാമ്മ. കേശവൻ നായരുടെ പ്രേമഭാചനമായ സാറാമ്മ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എല്ലാവരും വായിക്കേണ്ട ഒരു ചെറിയ കൃതി കൂടിയാണ് പ്രേമലേഖനം എന്ന കഥ. ആനവാരി രാമൻ നായർ. രസകരമായ ഒരു കഥാപാത്രമാണ്. ആനവാരിയും പൊൻകുരിശും എന്ന രചനയിലെ കഥാപാത്രമാണ് ആനവാരി രാമൻ നായർ. പാതിരാത്രി ചാണകം മോഷ്ടിക്കാൻ വന്ന രാമൻ നായർ ഇരുട്ടിൽ ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാറുക്കുട്ടി എന്ന ആനയെയാണ്. അങ്ങനെ രാമൻ നായർ ആനവാരി രാമൻ നായരായി. എട്ടുകാലി മമ്മൂഞ്ഞ്. നാട്ടിൽ എന്ത് നടന്നാലും അതിന്റെ ആള് ഞമ്മളാണ് എന്ന് അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂഞ്ഞ്. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. ഈ സ്വഭാവ സവിശേഷത പിൽക്കാലത്ത് പൊതുവായ കാര്യങ്ങളിലെ ഒരു വിശേഷണമായി പ്രയോഗിക്കപ്പെടുന്ന തരത്തിൽ വളർന്നിട്ടുണ്ടായിരുന്നു. സൈനബ. മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായിക കഥാപാത്രമാണ് സൈനബ. ഒറ്റക്കണ്ണൻ പോക്കറുടെ ഓമന മകളാണ് സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥയുമായ സൈനബ. മണ്ടൻ മുത്തപ്പയെ മുച്ചീട്ടുകളിയിൽ ജയിപ്പിച്ചത് സൈനബയുടെ ബുദ്ധിയാണ്. നമുക്ക് ആ ഒരു കൃതി വായിച്ചാൽ രസകരമായിട്ട് ആ കഥയിലൂടെ നമുക്ക് പോയാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒന്നുകൂടിയാണ്. ഈ ഇപ്പോൾ പറഞ്ഞ കൃതികളൊക്കെ വളരെ ചെറിയ കൃതികളാണ്. വായിച്ചാൽ തന്നെ നമുക്ക് രസകരമായിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു കൃതി കൂടിയാണ് കാരന്റെ മകൾ എന്ന കൃതി. മജീദ്. വളരെ വളരെ പ്രസിദ്ധമായ ഒരു കഥാപാത്രമാണ് സിനിമയിലൂടെയുമൊക്കെ. ബാല്യകാലസഖി എന്ന നോവലിലെ നായകനാണ് മജീദ്. ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരം കണ്ടെത്തുന്നത്.
വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന കഥാപാത്രമാണ് മജീദ്. പൊൻകുരിശ് തോമ, നമ്മൾ നേരത്തെ പറഞ്ഞ ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻകുരിശ് തോമ. മിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ, പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് തോമ. അങ്ങനെയാണ് പൊൻകുരിശ് തോമ എന്ന പേര് കിട്ടിയത്. മണ്ടൻ മുത്തപ്പ, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ. പോക്കറ്റടി അത്ര മോശം കലയല്ല എന്നും എന്നാൽ സ്ത്രീകൾ അത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നുമാണ് മുത്തപ്പയുടെ വിശ്വാസം. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സൈനബയുടെ സഹായത്തോടെ മുച്ചീട്ടുകളിയിൽ വിജയിച്ച മുത്തപ്പയ്ക്ക് ഒടുവിൽ അവളെ സ്വന്തമാക്കാനും സാധിച്ചു. അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളെയാണ് സുരേഷ് കാട്ടിലങ്ങാടി നമുക്ക് വേണ്ടി കാണിച്ചു തന്നത്. സ്പെഷ്യൽ താങ്ക്സ് ഫോർ സുരേഷ് കാട്ടിലങ്ങാടി. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.